blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ലോകത്തിൽ എവിടെ എന്നുകൊണ്ട് ഏത് ചാനലിലോ ഏത് മാധ്യമത്തിലോ ആണ് നിങ്ങളിത് കാണുന്നതെങ്കിലും, one thing I am sure, the Lord Jesus is going to bless you because He is full of love, He is full of compassion for you. ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ സാമ്പത്തിക സഹകാരികളായി പ്രവർത്തിച്ചവർക്ക് വേണ്ടി ഈ സമയത്ത് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഡോംബിവിളിയിൽ നിന്നുള്ള ജൂലി വർഗീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജൂലിയുടെ ബർത്ത്ഡേ ഇന്നാണല്ലോ കർത്താവേ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ജൂലി. കർത്താവേ, ഈ മോളെ ഞങ്ങളുടെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. തനിക്ക് യോജിച്ച ഒരു ജീവിത പങ്കാളി ലഭിക്കാൻ കർത്താവ് സഹായിക്കണമേ. ഒരു സ്വന്തം ഭവനം കർത്താവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. അതുപോലെ തന്നെ അടുത്തൊരു വെൽവിഷർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരൻ്റെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ വന്ന് നിറയേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കുളത്തൂപ്പുഴ ഒക്ടോബർ 28 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഷേർലി ഓഡിറ്റോറിയം, ഗവൺമെന്റ് ടിംബർ ഡിപ്പോയ്ക്ക് സമീപം, കുളത്തൂപ്പുഴ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പൊൻകുന്നം ഒക്ടോബർ 29 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ലീലാ മഹൽ, KK റോഡ്, പൊൻകുന്നം. Let's read Isaiah again from the Old Testament, book of Isaiah, chapter number 55. ഇനി പഴയ നിയമത്തിൽ നിന്ന് ഒരിക്കൽ കൂടെ യിശയ്യാവിന്റെ പുസ്തകം 55-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വരാം. Verses 8 through 11. അതിന്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. My thoughts are not your thoughts, neither are your ways my ways, declares the Lord. എന്തെന്നാൽ എൻ്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ As the അരുളിച്ചെയ്യുന്നു. heavens are higher than the earth, so are my ways higher than your ways, and my thoughts than your thoughts. ആകാശം ഭൂമിയേക്കാൾ ഉന്നതമായിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളെക്കാളും എൻ്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകളെക്കാളും ഉന്നതമാണ്. Verse number 10 says, as the rain and the snow come down from heaven and do not return to it without watering the earth and making it bud and flourish, so that it yields seed for the sower and bread for the eater. പത്താമത്തെ വാക്യം, എന്തെന്നാൽ മഴയും മഞ്ഞും ആകാശത്തു നിന്ന് പുറപ്പെടുകയും അവിടേക്ക് മടങ്ങാതെ ഭൂമിയെ നനച്ച് വിതയ്ക്കുന്നവന് വിത്തും ആഹാരവും നൽകുവാൻ വേണ്ടി അതിനെ ഫലപൂർണ്ണമാക്കുകയും ചെയ്യുന്നത് പോലെ. So is, verse number 11, so is my word that goes out of my mouth. It will not return to me empty, but will accomplish what I desire and achieve the purpose for which I sent it. 11ാമത്തെ വാക്യം, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനവും പ്രവർത്തിക്കും. അത് എൻ്റെ അടുക്കിലേക്ക് വെറുതെ മടങ്ങി വരികയില്ല. അത് എനിക്ക് പ്രസാദകരമായത് നിറവേറ്റുകയും എന്തിനു വേണ്ടി ഞാൻ അതിനെ അയച്ചുവോ ആ കാര്യം സാധിക്കുകയും ചെയ്യും. Two things God is saying here. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ദൈവം നമ്മളോട് പറയുന്നത്. Number one, there is a world of difference between our thinking and our planning with God's thinking and His planning. ഇവിടെ വലിയൊരു വ്യത്യാസം, നമ്മുടെ ചിന്തകളും നമ്മുടെ പ്ലാനിങ്ങും ദൈവത്തിൻ്റെ ചിന്തകളും ദൈവത്തിൻ്റെ പ്ലാനിങ്ങും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. Secondly, he says, I'm sending my word and that word will accomplish everything before it comes back to me. രണ്ടാമത്തെ കാര്യം ഇതാണ് പറയുന്നത്. ദൈവം തൻ്റെ വചനത്തെ അയക്കുകയാണ്. ആ അയക്കപ്പെട്ട വചനം അതിൻ്റെ കാര്യം, അതിൻ്റെ ഉദ്ദേശം സാധിപ്പിച്ചതിന് ശേഷം മാത്രമേ അത് സാധിക്കാതെ അതൊരിക്കലും മടങ്ങി വരികയില്ല. Our thinking, now the first part says, our thinking, our comprehension power, etc. are limited. ഒന്നാമത്തെ വചനം പറയുന്നത് നമ്മുടെ ചിന്തകളും മനസ്സിലാക്കുവാനുള്ള നമ്മുടെ കഴിവും അത് വളരെ പരിമിതമാണ്. But with God, His thinking and His planning are unlimited.
എന്നാൽ ദൈവത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവത്തിൻ്റെ പ്ലാനിങ്ങും എല്ലാം ചിന്തകളെല്ലാം അതിന് പരിധികളില്ലാത്തതാണ്. God's thinking and His planning are so complex and intriguing to a human brain. ദൈവത്തിൻ്റെ ചിന്തകളും ദൈവത്തിൻ്റെ പദ്ധതികളും ഒരു മനുഷ്യൻ്റെ മനസ്സുകൊണ്ട് മനസ്സിലാക്കുന്നതിനേക്കാൾ അതീതമായി വളരെ സങ്കീർണമായി മനസ്സിലാകുന്നതിനേക്കാൾ അപ്പുറമായിട്ടിരിക്കുകയാണ്. So what happens is ultimately we misunderstand God. അവസാനം അതിൻ്റെ പരിണിതഫലമായി നമുക്ക് സംഭവിക്കുന്ന എന്താണ്? പലപ്പോഴും നമ്മൾ ദൈവത്തെ സംശയിക്കുകയാണ്. One fine morning we wake up, ഒരു രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ we start praying. നമ്മൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങും. As one dear sister said, we open the prayer diary, we pray the prayers given in the prayer diary according to occasion. അന്ന് നമ്മൾ രാവിലെ എഴുന്നേൽക്കും. പ്രാർത്ഥനാ ഡയറിയിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. But sometimes, some days, എന്നാൽ ചില സമയങ്ങളിൽ ചില ദിവസങ്ങളിൽ everything happens ulta. എന്നാൽ എല്ലാ കാര്യങ്ങളും അത് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് Lord, വിപരീതമായി I prayed സംഭവിക്കുന്നു. in the morning very specifically, this should not happen, but exactly that happened. നിങ്ങൾ പ്രാർത്ഥിക്കും, ദൈവമേ ഇങ്ങനെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ അന്നത്തെ ദിവസം സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിക്കും. പക്ഷേ അതിൻ്റെ നേരെ വിപരീതമായിട്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. When we go through unwelcome circumstances, we murmur against God. പല സമയത്തും സംഭവിക്കുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്ത സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ പിറുപിറുക്കാറുണ്ട്. But faith can overcome all these things. എന്നാൽ വിശ്വാസത്തിന് ഈയുള്ള കാര്യങ്ങളെല്ലാം മറികടക്കുവാൻ കഴിയുന്നതാണ്. The basic thing we should understand is that our God is an almighty God. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നമ്മുടെ ദൈവം വിശ്വസ്തനായ, എല്ലാം അറിയുന്ന ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. Basic thing we should understand is that our God is an all-knowing God. അടിസ്ഥാനപരമായി ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ദൈവം സകലതും അറിയുന്ന ദൈവമാണ്. I don't know everything, God knows everything. എനിക്ക് അറിയത്തില്ലെങ്കിലും ദൈവത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം. That God is my Father. അങ്ങനെയുള്ള ദൈവമാണ് എൻ്റെ പിതാവായിട്ടിരിക്കുന്നത്. I am His child. ഞാൻ അവന്റെ പൈതലാണ്. He is walking me, guiding me, leading me. I am in His control. ദൈവം എന്നെ നടത്തുകയാണ്, ദൈവം എന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഞാൻ ദൈവത്തിന്റെ നിയന്ത്രണത്തിന്റെ കീഴിലാണ്. So hold like this. ഇങ്ങനെ നിങ്ങളുടെ കൈ. So I am placing my life in His hand. ഇതുപോലെ ഈ മൊബൈൽ വെക്കുന്നത് പോലെ എൻ്റെ ജീവിതം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. Safe in God's hand. ഇത് ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. He will protect me from all the attacks of the enemy. എല്ലാ പിശാചിന്റെ, ശത്രുവിന്റെ എല്ലാ പോരാട്ടത്തിൽ നിന്നും എന്നെ രക്ഷിക്കുന്നതാണ്. Even if the wind comes and wave blows, even if I am tossed, I am so safe in the hand of God. എൻ്റെ ജീവിതത്തിൽ കാറ്റും തിരകളും വന്ന് എൻ്റെ ജീവിതം ആടി ഉലഞ്ഞാലും ഞാൻ ദൈവത്തിന്റെ കരങ്ങളിൽ എൻ്റെ ജീവിതം സുരക്ഷിതമായിരിക്കുകയാണ്. This is what is called faith in God. ഇതാണ് ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. I don't understand everything. എൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ഒരുപക്ഷെ മനസ്സിലാകത്തില്ല. I still believe in God because I am in God's hands. എന്നാൽ ഞാൻ ദൈവത്തിൽ ഇപ്പോഴും വിശ്വസിക്കുകയാണ്. കാരണം ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിന്റെ കരങ്ങളിലാണ്. I planned so many things but everything is upset. ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഞാൻ പദ്ധതിയിട്ടുണ്ട്, പക്ഷെ എല്ലാം തകിടം മറിഞ്ഞിരിക്കുകയാണ്. I see myself in a mess. എൻ്റെ ജീവിതം ഒരു കുഴഞ്ഞ അവസ്ഥയിൽ ഞാൻ കാണുകയാണ്. But still God is in control. എന്നാൽ ഇപ്പോഴും ദൈവത്തിന്റെ നിയന്ത്രണത്തിന്റെ കീഴിലാണ് സകലതും ഇരിക്കുന്നത്. He has higher thoughts and higher plans for my life. ദൈവത്തിന് എന്നെ പറ്റി ഉന്നതമായ വളരെ ഉയർന്ന ചിന്തകളും പദ്ധതികളുമുണ്ട്. One day everything will be set right from this hand. എന്ന് ഒരിക്കൽ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും അവിടുന്ന് തന്നെ നേരെയാക്കാൻ പോവുകയാണ്. So in this blessing festival, how many of you can take a decision? Even if I don't understand everything that is happening in my life, I'm still going to believe in God. ഇന്ന് ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ എത്ര പേർക്ക് ഇന്നൊരു തീരുമാനമെടുക്കാൻ പറ്റും? എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായില്ലെങ്കിലും ഞാൻ ദൈവത്തിൽ വിശ്വസിക്കാൻ പോവുകയാണ്. I'm not going to complain. I will not be a complaint box.
I will not murmur, but I will still believe in God. ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പിറുവിറുക്കിയില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് പരാതി പറയുന്നത് പോലെയാകല്ല, ഞാൻ യേശുവിൽ വിശ്വസിക്കാൻ പോവുകയാണ്. Say hallelujah. കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാല്, Say thank you, Jesus. കൈകൾ ഉയർത്തിക്കൊണ്ട് നന്ദി യേശുവേ എന്ന് പറഞ്ഞാല്. I'll tell you one more important thing, and I'm going to pray for you. ഞാനൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. One day when Jesus was here on earth in his physical body, യേശു കർത്താവ് തൻ്റെ ശരീരത്തിൽ ഈ ലോകത്തിലായിരുന്ന ഒരു ദിവസം, one day Jesus said to his disciples, you cross over to the other side of the river. I mean, other side of the sea. ഒരിക്കൽ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ തീരത്തിൻ്റെ മറു തീരത്തേക്ക് നിങ്ങൾ പോവുക എന്ന് പറഞ്ഞു. So all the disciples got into the boat and they started sailing. ആ എല്ലാ ശിഷ്യന്മാരും ബോട്ടിൽ കയറി അവർ തുഴയാൻ തുടങ്ങി. The Bible says, as they were sailing, a huge, mighty, evil wind started blowing, and a lot of waves rose up, and the boat was tossed up and down. അവർ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, വഞ്ചിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, അതിശക്തമായ ഒരു പൈശാചികമെന്ന് പറയാൻ പറ്റുന്ന ഒരു കാറ്റ് അവിടെ വന്ന് ആ ബോട്ടിലേക്ക് വന്ന് അടിക്കുകയും അവിടെ വലിയ തിരയിളക്കം ഉണ്ടാകുകയും ആ ബോട്ട് അവർ സഞ്ചരിച്ച വഞ്ചി കാറ്റിൽ ആടി ഉലയുവാനിടയായി തീർന്നു. You have heard that story. അങ്ങനെ ഉള്ള ഒരു കഥ കേട്ട എത്ര പേരുണ്ട്? കൈ ഉയർത്തി കാണിച്ചാൽ. If you read that story in the Bible. അങ്ങനെ ആ ഭാഗങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ വായിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? Okay, many of you have known that. ഒത്തിരി ആളുകൾക്ക് നിങ്ങൾക്ക് ആ കാര്യം അറിയാവുന്നതാണ്. Question is this. എന്റെ ചോദ്യം Who ഇതാണ്, asked the disciples to get into the boat? ആരാണ് ഈ ശിഷ്യന്മാരോട് വഞ്ചിയിലേക്ക് കയറുവാൻ പറഞ്ഞത്? Was it Satan? അത് പിശാചാണ് പറഞ്ഞത്? Or was it their decision? അത് അവരുടെ തന്നെ സ്വന്തം തീരുമാനമാണോ? No, Jesus commanded them. യേശു കർത്താവാണ് അവരോട് ആവശ്യപ്പെട്ടത്. My question is, why then this wind and wave? എന്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് ഈ കാറ്റും കോളും വന്നിരിക്കുന്നത്? Many people ask me, ഒത്തിരി ആളുകൾ എന്നോട് ചോദിക്കും, whether before I married this man, this woman, I prayed a lot. പലരും പറയാറുണ്ട്, Jesus said yes, but still why I face lot of problems in my marriage? എന്നോട് പലരും ഒന്നും പറയാറുണ്ട്, ബ്രദറെ, ഞാൻ ഈ സഹോദരിയെ വിവാഹം കഴിക്കുന്നതിന് മുൻപ്, എൻ്റെ വിവാഹത്തിന് മുൻപ് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് വിവാഹത്തിലേക്ക് കടന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കടന്നു വരുന്നത്? For many years and I built this house, but in this house I'm facing a lot of problems. Why? ബ്രദറെ, ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് ദൈവം ഇതുപോലൊരു വീട് പണിയാൻ സഹായിച്ചത്. എന്നാൽ ഞാൻ ഈ വീട്ടിൽ താമസിച്ചതിന് ശേഷം ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുകയാണ്. എന്തുകൊണ്ടാണ് എൻ്റെ വീട്ടിൽ ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്? The disciples were obeying Jesus, and even in that obedient life, in that obedient journey, they were facing winds and waves. നിങ്ങൾ ഓർക്കുക, യേശുവിൻ്റെ ശിഷ്യന്മാർ യേശു പറയുന്നത് അനുസരിച്ചാണ് അവർ യാത്ര തുടങ്ങിയത്. ആ അനുസരിച്ചു കൊണ്ടുള്ള യാത്രയിൽ തന്നെ അവർ പ്രശ്നങ്ങളെ നേരിടുകയാണ്. Okay, let it be there. What is happening with the disciples now? അത് അങ്ങനെ തന്നെ കിടക്കട്ടെ. അപ്പോൾ ഈ ശിഷ്യന്മാർക്ക് എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? They were trying the level best to make everything in control. അവരുടെ കഴിവിൻ്റെ പരമാവധി അവർ പരിശ്രമിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ആടി ഉലയുന്ന ബോട്ടിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടി, നേരെയാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. Some of them were trying to empty the boat. ചില ആളുകൾ അവരുടെ ബോട്ടിനകത്ത് കയറിയ വെള്ളം വെളിയിലേക്ക് കളയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. And the disciples who were at the row, they were trying to control the boat. അവർ അതിൻ്റെ തുഴയുടെ അടുത്തിരിക്കുന്ന ആളുകൾ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. But it seemed that everything was out of control. അത് എല്ലാം അവരുടെ നിയന്ത്രണത്തിന് വെളിയിലാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. Finally, these 12 men started crying at the top of their lungs. അവസാനം ഈ 12 പേരും അവർക്ക് ഉയർത്താനാവുന്ന അത്ര ശബ്ദത്തിൽ അവർ നിലവിളിക്കുകയാണ്. They started crying.
അവര് വിളിച്ച് കരയുകയാണ്, നിലവിളിക്കുകയാണ്, അയ്യോ രക്ഷിക്കണമേ എന്നവർ നിലവിളിച്ച് കരയുന്നു. Suddenly they saw something. എന്നാൽ അവിടെ പെട്ടെന്ന് ഒരു കാര്യം കാണുകയാണ്. ഒരു ഭൂതം വരികയാണ്. ഒരു ഭൂതം അവിടെ വരികയാണ്. They were so afraid. അവർ വളരെയധികം പേടിച്ച് വിറയ്ക്കുകയാണ്. Wind, wave, now ghost. ഇവിടെ കാറ്റും തിരയും വരുന്നു, അതാ വേറൊരു ഭൂതവും വരികയാണ്. But that was not ghost. That was Jesus. അതൊരു പ്രേതമല്ലായിരുന്നു, അത് യേശു കർത്താവായിരുന്നു. They could not see everything so clearly. അവർക്ക് എല്ലാം വളരെ വ്യക്തമായി മനസ്സിലായില്ല. Jesus said, I am not ghost, I am your Lord. യേശു കർത്താവ് പറഞ്ഞു, ഞാനൊരു പ്രേതമല്ല, ഞാൻ നിങ്ങളുടെ കർത്താവാകുന്നു. Listen to this. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാൽ. And when Peter understood that it was not ghost and it was Jesus, he wanted to walk on the water just like Jesus was walking. Because Jesus came to them not in another boat but walking on the water. ഈ പത്രോസ് യേശുവാണ് നടന്നു വരുന്നത്, ഒരു ഭൂതമല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പത്രോസിനും യേശു നടന്നു വരുന്നത് പോലെ, യേശു വേറൊരു വഞ്ചിയിലല്ല വന്നത്, യേശു വന്നിരിക്കുന്നത്, അതുപോലെ നടക്കുവാൻ ഒരു ആഗ്രഹം പത്രോസിനും ഉണ്ടാകുകയാണ്. Jesus was not walking on the road, Jesus was walking on water. യേശു കർത്താവ് ഒരു റോട്ടിലൂടെ നടന്നു വരികയല്ല, യേശു കർത്താവ് വെള്ളത്തിന്റെ മീതെ നടന്നു വരികയാണ്. Shout hallelujah to this Jesus. ഈ യേശുവിനെ കൈകൾ ഉയർത്തി വലിയൊരു ശബ്ദത്തിൽ ഹല്ലേലൂയ പറഞ്ഞാലും, Clap and shout hallelujah to Jesus. കൈകൾ അടിച്ചുകൊണ്ട് ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് യേശുവിനെ സ്തുതിച്ചാലും, I prophesy over you the same Jesus can come to your life to save your life on the water, walking on the water. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയട്ടെ, അന്ന് ആ വെള്ളത്തിന്റെ മീതെ നടന്ന അതേ യേശുവിന് നിങ്ങളുടെ ജീവിതത്തിലെ ആ കാറ്റും കോളും നിറഞ്ഞ പ്രശ്നത്തിന്റെ മേൽ ഒരു അത്ഭുതം അയക്കുവാൻ യേശു കർത്താവിന് കഴിവുണ്ട്. Hallelujah. ഹല്ലേലൂയ. Peter started walking. പത്രോസും നടക്കുവാൻ തുടങ്ങി. He started drowning when he looked at the winds and waves. പത്രോസ് കാറ്റും തിരയിലേക്കും തന്റെ ശ്രദ്ധ തിരിഞ്ഞു പോയപ്പോൾ താൻ വെള്ളത്തിൽ മുങ്ങുവാൻ തുടങ്ങി. And Jesus said, അപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, Peter, you are a man of little faith. Why were you afraid? പത്രോസിനോട് യേശു പറഞ്ഞു, നീ അല്പവിശ്വാസിയാണ്, നീ എന്തിനാണ് ഇങ്ങനെ സംശയിച്ചത്? This is what Jesus is asking us today. ഇതാണ് യേശു കർത്താവ് ഇന്ന് നമ്മളോട് ഓരോരുത്തരോടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. If you are my child, Jesus says, I am your father. നിങ്ങൾ എൻ്റെ മക്കളാണെങ്കിൽ ഞാൻ നിങ്ങളുടെ പിതാവാകുന്നു. And I am always looking, watching your life. ഞാൻ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. Everything that happens in your life is in my knowledge. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം എൻ്റെ അറിവിന്റെ അകത്താണ് നടക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. And I am in control of your life. നിങ്ങളുടെ ജീവിതത്തിന്റെ പൂർണ്ണ നിയന്ത്രണം എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. I am in control of the winds. ഈ കാറ്റിന്റെ നിയന്ത്രണം എൻ്റെ കയ്യിലാണ്. I am in control of the waves. ഇരകളുടെ നിയന്ത്രണം എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. If I say a word, they will be in control. They will move this way or that way or any way. ഞാനൊരു വാക്ക് കൽപ്പിച്ചാൽ ആ പ്രശ്നങ്ങൾ, ആ തിരകൾ എല്ലാം അത് ഈ വഴിക്കോ ആ വഴിക്കോ അത് മാറിപ്പോകുന്നതാണ്. Don't panic. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. Hallelujah. ഹല്ലേലൂയ. I'm in control of your life. നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. You don't know from where this wave is coming and from to where this wind is going. നിങ്ങൾ ഒരിക്കലും ഈ കാറ്റ് എവിടുന്ന് വരുന്നതോ അത് എങ്ങോട്ട് പോകുമെന്നോ ചിന്തിക്കേണ്ട, അറിയേണ്ട ആവശ്യമില്ല. But Jesus says, I know it. എന്നാൽ യേശു കർത്താവ് പറഞ്ഞു, എനിക്ക് ഈ കാര്യം വ്യക്തമായി അറിയാം. I can speak to the wind. എനിക്ക് നിങ്ങളുടെ കാറ്റിനോട് സംസാരിക്കുവാൻ കഴിയും. I can speak to the problem that you are facing today. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന ആ പ്രശ്നത്തോട് സംസാരിക്കുവാൻ എനിക്ക് കഴിവുണ്ട്. God is speaking to some of you sitting here. ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തികളോട് കർത്താവ് വ്യക്തമായി സംസാരിക്കുകയാണ്. Nothing happens in your life. Absolutely nothing happens in your life without the knowledge of your God. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തിനും ഒരു പ്രശ്നത്തിനും ദൈവത്തിന്റെ അറിവില്ലാതെ, കർത്താവിന്റെ അറിവില്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. At the right time, Jesus will appear and he will make everything in your control. തക്ക സമയത്ത് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പോവുകയാണ്. Say hallelujah. കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാലും Jesus is asking, why are you of little faith? യേശു കർത്താവ് ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ച് വിശ്വാസം മാത്രമുള്ളത്? Believe in me.
എന്നിൽ വിശ്വസിക്കുക. I will everything very smartly for you. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം വളരെ നല്ല രീതിയിൽ ഞാൻ ചെയ്യാൻ പോവുകയാണ്. Hallelujah. ഹല്ലേലൂയ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കുളത്തൂപ്പുഴ ഒക്ടോബർ 28 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഷേർലി ഓഡിറ്റോറിയം, ഗവൺമെന്റ് ടിമ്പർ ഡിപ്പോയ്ക്ക് സമീപം, കുളത്തൂപ്പുഴ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പൊൻകുന്നം ഒക്ടോബർ 29 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ലീല മഹൽ, KK റോഡ്, പൊൻകുന്നം. അമ്മയുടെ പേര് രക്തമ്മ എന്നാണ് ബ്രദർ. പൊയ്മുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഇപ്പോൾ അമ്മ ഓടിയാണ്, സ്റ്റെപ്പ് കയറി ഓടിയാണ് വന്നത്. എന്നാൽ 11 വർഷം കൊണ്ട് അമ്മ അങ്ങനെ അല്ലായിരുന്നു. നമ്മുടെ ബ്ലെസ്സിംഗ് സെന്ററിൽ 2 വർഷമായി, ആറ്റിങ്ങൽ ബ്ലെസ്സിംഗ് സെന്ററിൽ 2 വർഷമായി അമ്മ വരാൻ തുടങ്ങിയിട്ട്. അമ്മ വന്നത് മുട്ടുവേദന, കൈവേദന, നടുവേദന. അമ്മ വന്നത് ബെൽറ്റ് ഇട്ടുകൊണ്ടാണ് അമ്മ നമ്മുടെ ബ്ലെസ്സിംഗ് സെന്ററിൽ വന്നുകൊണ്ടിരുന്നത്. ആണുങ്ങളാണ് ബെൽറ്റ് ഇടുന്നത്. നടുവിന് ഇങ്ങനെ വേദന വരുമ്പോൾ കിട്ടുന്ന ഒത്തിരി നാളുകൾ അമ്മ ബെൽറ്റ് ഇട്ടാണ്. ആദ്യം മുട്ടുവേദനയായിട്ടാണ് വന്നത്. അപ്പോൾ ഹോസ്പിറ്റലിലൂടെ കാണിച്ചപ്പോൾ ടെസ്റ്റ് ചെയ്ത് പോകുന്നത് നടുവിൻ്റെ ഡിസ്കിന് പ്രശ്നമുണ്ട്. അമ്മയ്ക്കിപ്പോൾ 70 വയസ്സായി. അപ്പോൾ ഇനി മരുന്നൊന്നും കഴിച്ചിട്ട് കാര്യമില്ല. അമ്മയ്ക്ക് 70 വയസ്സുണ്ടോ? 72 വയസ്സ്. എന്താ ഒരു 32 പറയൂ. 72. അമ്മ അങ്ങനെ എന്തായാലും മാറുമോ നോക്കാൻ വേണ്ടി ആയുർവേദ നല്ലതുപോലെ ജോലി ചെയ്തു. 60 വയസ്സ് വരെ നല്ലതുപോലെ ജോലി ചെയ്തു. പിന്നെ ഈ വേദന തുടങ്ങി. അതാണ് ഇതിന്റെ രഹസ്യം. 60 വയസ്സ് വരെ ഓടി നടന്ന് ജോലി ചെയ്തു. അങ്ങനെ നടുവിനെ തുടർന്ന് താൻ ജോലിയൊക്കെ നിർത്തി വീട്ടിൽ തന്നെ ആക്കി. അങ്ങനെ ഒത്തിരി വർഷങ്ങൾ വീട്ടിലിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കണ്ട് ബ്ലെസ്സിംഗ് ടുഡേയിൽ വരാൻ തുടങ്ങിയത്. അമ്മ പറയുന്നത് ഇത് ഡോക്ടർ പറഞ്ഞു ഇനി രക്ഷയൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അമ്മ എന്ത് ചെയ്തു, ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി. അവിടെ പോയി ഒത്തിരി നാൾ തിരുമിച്ച് നോക്കി. പക്ഷേ എന്നിട്ടും പറഞ്ഞു പ്രായമൊക്കെ ഇത്രയായതുകൊണ്ട് ഈ വേദനയ്ക്കൊന്നും ഇങ്ങനെ വേദനയായിട്ട് അങ്ങ് ഇനി കുറയും. ഇനി കുറയാന്നുമില്ല. പിന്നെ ഇത്രയൊക്കെ പ്രായമായില്ല, അതുകൊണ്ട് അങ്ങ് ജീവിച്ചു. അമ്മ പറഞ്ഞത് ഇവിടെ നിന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. അമ്മ പറഞ്ഞ് രാവിലെ എഴുന്നേറ്റൊന്ന് പല്ല് തേച്ചത് ആഹാരം കഴിക്കണ്ടേ. പല്ല് തേക്കാൻ പോലും പറ്റത്തില്ല. കാരണം ഇങ്ങനെ പല്ല് തേക്കുമ്പോൾ തന്നെ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ പോകും. അതുപോലെ ടോയ്ലറ്റിൽ പോകാൻ പറ്റത്തില്ല. ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു ഒത്തിരി വർഷം. കൈ എടുത്ത് തേക്കാൻ പറ്റില്ല. അപ്പോൾ പുറയിൽ വേദന വരും, നട്ടലിന് വേദന വരും. ഓ, അതിന്റെ ഡിസ്കുകളൊക്കെ മാറി കിടക്കുമായിരുന്നു. അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ബെൽറ്റ് ഇട്ടുകൊണ്ട് സഞ്ചരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞത് ആറ്റിങ്ങൽ ബ്ലെസ്സിംഗ് സെന്ററിൽ വരും, ബസ് കയറി പതുക്കെ അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. ബെൽറ്റ് ഇട്ടുകൊണ്ടാണ് വന്നുകൊണ്ടിരുന്നത്. അമ്മ നമ്മുടെ കഴിഞ്ഞ ആഗസ്റ്റ് 15 നമ്മുടെ കൊച്ചിയിൽ വെച്ച് പ്രയർ ഡേ നടന്നിരുന്നു. അതെ, അമ്മച്ചിക്ക് അവിടെ വരാൻ സാധിച്ചില്ല. പക്ഷെ അന്ന് അനൗൺസ്മെന്റ് കൊടുത്തു, നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഇന്ന് തന്നെ എഴുതി തരിക, ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അമ്മ അത് എഴുതി ഞങ്ങളുടെ കയ്യിൽ തന്നായിരുന്നു അന്ന് കഴിഞ്ഞ വർഷം. നിങ്ങളുടെ കയ്യിൽ തന്നു വിട്ടു. ഞങ്ങളുടെ കയ്യിൽ തന്നു വിട്ടു. അമ്മ പറയുന്നത് തന്നു വിട്ടു. അമ്മ ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ നടുവേദനയും എൻ്റെ കാൽവേദനയൊക്കെ ദൈവം സൗഖ്യമാക്കി തരണമെന്നുള്ള പ്രാർത്ഥനയാണ് അമ്മ കൂടുതൽ എഴുതിയിരുന്നത്. ദൈവം ചെയ്ത അത്ഭുതം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ തന്നത് കൊണ്ടുപോയി അവിടെ എത്തിയപ്പോൾ അന്ന് രാത്രി 14-ാം തീയതിയാണ് തന്നുവിടുന്നത്. 14-ാം തീയതി ഞങ്ങളുടെ കയ്യിൽ തന്നുവിട്ടു. അമ്മ രാത്രിയിൽ 1 മണിയായപ്പോൾ അമ്മ തന്നെ എഴുന്നേൽക്കണം. വലിയൊരു ശബ്ദം കേട്ടു. തൻ്റെ നട്ടലിന് അമ്മ പറയുന്നത് വലിയൊരു ശബ്ദത്തോടെ ഒരു ഒച്ച കേട്ടു നട്ടലിൻ്റെ ഭാഗത്ത്. കട്ടിൽ കിടക്കുമ്പോൾ പുറകിലൊരു സൗണ്ട് കേട്ടു. സൗണ്ട് ഇങ്ങനെ നല്ല ഒരു സൗണ്ട് അങ്ങ് കേട്ടു നടുവിൽ. എന്നിട്ട് പ്രത്യേകിച്ച് ഒന്ന് രാവിലെ എഴുന്നേറ്റു. മാറിയിരിക്കല്ലേ, യേശു പിടിച്ചിട്ടതാണ് എന്ന് എനിക്കൊരു ബോധം ഉണ്ടായി. ഒന്നുകൂടി പറഞ്ഞേ. എല്ല് മാറിയിരുന്നത് യേശു പിടിച്ചിട്ടതാണ് എന്ന് എനിക്കൊരു ബോധ്യം ഉണ്ടായി. ഇതിനു മുമ്പ് പല വൈദ്യന്മാരും പിടിച്ചിടാൻ നോക്കിയതല്ലേ. അവര് ഈ തൈലോ അതും ഇതും ആവിയൊക്കെ എടുത്തെങ്കിലും അത് കുറഞ്ഞില്ല. അത് ആ വൈദ്യന്മാരും കൈവച്ചതാണ്. 14-ാം തീയതി വെച്ച് കേട്ടു, കുറയാൻ തുടങ്ങി. ആന്റി പറയുന്നത് 15-ാം തീയതിയുടെ പ്രേയർ നടക്കുന്നു. അന്ന് രാത്രിയിലും അതേ ശബ്ദം തന്നെ കേട്ടു. 15-ാം രാത്രിയിലും 1 മണിയായപ്പോൾ കറക്റ്റ് ആ സമയപ്പോൾ പിന്നെ ആന്റി ചാടി എഴുന്നേറ്റു. അതേ ശബ്ദം കേട്ട് ചാടി എഴുന്നേറ്റപ്പോൾ ആന്റി പറയണ ആ വേദന അവിടെ നിന്ന് കുറയാൻ തുടങ്ങി. രാവിലെ എഴുന്നേറ്റ് ആന്റിക്ക് പല്ല് തേക്കാൻ തുടങ്ങി, നടക്കാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം 2 മാസം കഴിഞ്ഞപ്പോൾ ആന്റിക്ക് പൂർണ്ണമായ സൗഖ്യം കിട്ടി. ഇതുവരെ ഇപ്പോൾ ഏകദേശം 6-7 മാസത്തോളം ആന്റി തന്നെ ബസ്സിൽ കയറുന്നു, ഓടി നടക്കുന്നു, ജോലി ചെയ്യുന്നു. ഒരു കുഴപ്പവുമില്ലാതെ ആന്റി ഇന്ന് വളരെ സൗഖ്യം പ്രാപിച്ചിരിക്കുകയാണ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പൻവേൽ നവംബർ 9 ബുധൻ. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. സായിനന്ദൻ ബാങ്ക്വറ്റ് ഹാൾ, സിഡ്കോ സെന്റർ പോസ്റ്റ് ഓഫീസിന് മുകളിൽ, സെക്ടർ 10, കാന്ത കോളനി, ന്യൂ പൻവേൽ, വെസ്റ്റ്, മഹാരാഷ്ട്ര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പൂനെ നവംബർ 10 വ്യാഴം. സമയം
വൈകിട്ട് 6 മുതൽ 9 മണി വരെ. ജ്യോതിബ മംഗൾ കാര്യാലയ്, വിജയ് നഗർ, കലൈവാടി, പിംപ്രി, പൂനെ, മഹാരാഷ്ട്ര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വസായി, നവംബർ 11 വെള്ളി. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ശ്രീ ഓൾഡ് സ്വാമി നാരായണൻ ടെമ്പിൾ ഹാൾ, 60 ഫീറ്റ് റോഡ്, ഓപ്പോസിറ്റ് അമ്പാടി റോഡ്, വസായി വെസ്റ്റ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കല്യാൺ, നവംബർ 12 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സനൈ മംഗൾ കാര്യാലയ്, സുന്ദര പ്ലാസ, ബേൽ ബസാർ, കല്യാൺ വെസ്റ്റ്, മഹാരാഷ്ട്ര. നമുക്ക് ഏവർക്കും ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ കരങ്ങൾ കൂടെ നീട്ടി ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. തൈറോയിഡ് സംബന്ധമായ രോഗങ്ങളുള്ള ചില വ്യക്തികളെ കർത്താവ് ഇന്ന് സൗഖ്യമാക്കുന്നു. നിങ്ങൾ രോഗിയാണ്, കിടപ്പിലാണ്. കർത്താവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇൻസ്റ്റൻറ്റേനിയസായി ദൈവത്തിൻ്റെ വലിയ ഒരു ശക്തി ആ ശരീരങ്ങളിലേക്ക് വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ചലനശേഷിയില്ലാത്ത ഭാഗങ്ങളിൽ ചലനശേഷി ഉണ്ടാകട്ടെ. അതുപോലെ വലിയൊരു സർജറിക്ക് വിധേയപ്പെടേണ്ട ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കും. സർജറി കൂടാതെ കർത്താവ് സൗഖ്യമാക്കും. ജീസസ് നെയിം. വല്ലാതെ മുടി പൊഴിയുന്ന ചില വ്യക്തികൾ, ഹോർമോണൽ പ്രോബ്ലംസ് ഉള്ളവർ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാണ്. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. പുകവലി, മദ്യപാനം, ലഹരി മരുന്നുകളുടെ ഉപയോഗം, ദുശീലങ്ങൾ തുടങ്ങിയവയ്ക്ക് അടിമകളായ വ്യക്തികൾ പൂർണ്ണമായി ഇപ്പോൾ അവർ സ്വതന്ത്രമാകട്ടെ. കർത്താവെ, അങ്ങനെയുള്ളവരെ സ്വതന്ത്രമാക്കാനുള്ള അങ്ങ് യേശുവെ അങ്ങ് ഭൂമിയിലേക്ക് വന്ന് യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതൽ ഉണ്ടാകട്ടെ. മാനസിക രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഈ സമയത്ത് കൈകൾ ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിക്കുക. നിങ്ങളുടെ പ്രശ്നമോ എന്താണെങ്കിലും, ഞാനത് എടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും യു ക്യാൻ ബിലീവ്. യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതൽ ഇപ്പോൾ ഉണ്ടാകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്ത കൃപകൾക്കായി നന്ദി പറയുന്നു, അനുഗ്രഹിച്ചിരിക്കുന്നു. താങ്ക് യു ഫാദർ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇന്നും നാളെയുമായി നടക്കുന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകളിൽ വരാൻ മറക്കരുത്. വരുമ്പോൾ തടസ്സങ്ങളെ തകർക്കുക ഏറ്റവും ലേറ്റസ്റ്റായി നമ്മൾ പബ്ലിഷ് ചെയ്ത പുസ്തകമാണ്. അതുപോലെ തന്നെ ദൈവപ്രസാദം, എൻ്റെ പ്രാർത്ഥന ഡയറി, ആശിഷമാർ, വിന്നേഴ്സ് ഫാക്ടറി തുടങ്ങിയ പല പുസ്തകങ്ങൾ നിങ്ങൾക്ക് കരസ്ഥമാക്കാം. തപാൽ മാർഗ്ഗം ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിച്ച് ആവശ്യപ്പെടാം. വെബ്സൈറ്റ് സന്ദർശിച്ചാൽ ഓൺലൈനായി കരസ്ഥമാക്കാം. തിങ്കളാഴ്ച ബ്ലെസ്സിംഗ് ടുഡേയിലൂടെ വീണ്ടും കാണാം. എല്ലാ ഞായറാഴ്ചയും നമ്മുടെ ബ്ലെസ്സിംഗ് സെൻറ്ററുകളിൽ നടക്കുന്ന രാവിലെ 9:30 മണി മുതൽ നടക്കുന്ന പ്രത്യേകമായ പ്രയർ മീറ്റിങ്ങിലേക്ക്, അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് ഡു കം ആൻഡ് ഗെറ്റ് ബ്ലെസ്ഡ്. തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.